പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു നിമിഷം കർത്താവിൻ്റെ വചനം കേൾക്കാനായി നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്കൊരുക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങൾ ശ്രവിക്കുന്ന വചനത്തിൻ്റെ ഉൾക്കാഴ്ചകളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വചനത്തിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാം 4 സുവിശേഷങ്ങളിൽ 3 സുവിശേഷങ്ങളില്ലാത്ത ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം എടുത്തു കാണിക്കുന്ന ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. ആ 15-ാം അധ്യായത്തിലെ 4 സംഭവങ്ങൾ, ഈ 4 സംഭവങ്ങളിലൂടെയും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. ആ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയും തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷവും. അപ്പോൾ ദൈവത്തിന് ഒരു മനുഷ്യ വ്യക്തി അവൻ പാപം ചെയ്യുന്നത് വഴിയായിട്ട് ദൈവത്തിൽ നിന്ന് അകലുന്നു, ദൈവത്തെ നഷ്ടപ്പെടുന്നു. എന്നാൽ പാപം വഴിയായിട്ട് അകന്ന മനുഷ്യനെ അവൻ തിരിച്ചു വരുമ്പോൾ ആ ദൈവം എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന് ഓരോ മനുഷ്യ വ്യക്തിക്കും ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 4 വ്യത്യസ്തമായ സംഭവങ്ങളിലൂടെ ഈ കാര്യം എനിക്കും നിങ്ങൾക്കും കർത്താവ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. അതിലെ ആദ്യത്തെ സംഭവം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ കാണാതായ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയാണ്. കർത്താവ് പറഞ്ഞ ഉപമ ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങളിൽ ആരാണ് 100 ആടുകളുണ്ടായിരിക്കെ അതിൽ 1 നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം അന്വേഷിച്ചിറങ്ങാത്തത്? അപ്പം 100 ആടുകളുള്ളൊരിടയൻ, ആ ഇടയൻ്റെ കൂടെ 99 എണ്ണമുണ്ട്. പക്ഷേ ഒരെണ്ണം നഷ്ടപ്പെട്ടു. അതിനെ അന്വേഷിച്ച് പോവുകയും കണ്ടെത്തി കഴിയുമ്പോൾ തോളിലേറ്റി കൂടെ ഉണ്ടായിരുന്ന 99-നേക്കാൾ അധികമായി ആ തിരിച്ചു കിട്ടിയതിനോട് വാത്സല്യം കാണിക്കുന്ന ഒരു ഇടയൻ്റെ ചിത്രത്തെ ഉപമയായിട്ട് യേശു എടുത്ത് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ മുമ്പിലിരിക്കുന്ന ആ ജനക്കൂട്ടത്തിലെ നല്ലൊരു ശതമാനവും ഈ ആടും ഇടയനും തമ്മിലുള്ള ബന്ധങ്ങൾ അറിയാവുന്നവരും, അതുപോലെ തന്നെ അത് കണ്ടിട്ടുള്ളവരും, അതുപോലെ അതിനെ അനുദിന ജീവിതത്തിൽ മനസ്സിലാക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് യേശു കാണാതായ ആടിൻ്റെ ഉപമ എടുത്ത് പറഞ്ഞത്. എന്നിട്ട് ആ ഉപമയിൽ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനം: അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അധികമായി ഒരു പാപിയെക്കുറിച്ച് സ്വർഗം കൂടുതൽ സന്തോഷിക്കുന്നു. 99 അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാർ അവരെക്കാൾ അധികമായി അനുതപിക്കുന്ന ഒരു പാപി. അപ്പോൾ സ്വർഗത്തിൻ്റെ ശ്രദ്ധ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും അലഞ്ഞു നടക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കാത്ത പാപിയുടെ കാര്യത്തിലാണ് എന്ന് കർത്താവിൻ്റെ വചനം എടുത്തു പറയുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഓരോ പാപിയുടെയും മാനസാന്തരത്തിലാണ്, പാപിയുടെ തിരിച്ചു വരവിലാണ്, പാപി തൻ്റെ പാപത്തെ ഉപേക്ഷിക്കുന്നതിലാണ് എന്ന് കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തി തരികയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു തെറ്റ്, ഒരു പാപം ചെയ്യുമ്പോൾ ദൈവം എത്രമാത്രം അതിനെ ഓർത്ത് വേദനിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ
പാപത്തിൻ്റെ സുഖം വേണ്ട എന്ന് തീരുമാനമെടുക്കുന്നത്. പാപത്തിൻ്റെ സുഖം വേണ്ട എന്ന് ഒരു വ്യക്തിക്ക് തീരുമാനമെടുക്കണമെങ്കിൽ ഈ കാത്തിരിക്കുന്ന ദൈവത്തെ കാണണം. ആ കാത്തിരിക്കുന്ന ദൈവത്തെ കാണുമ്പോഴാണ് എന്നെ പ്രലോഭിപ്പിക്കുന്ന പാപസുഖം വേണ്ട എന്ന് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. യേശു പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി. യേശുവിൻ്റെ പാതാളത്തിലേക്കുള്ള യാത്രയിൽ വഴിയിൽ ഒരു കുട്ടിപ്പിശാചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. കരച്ചിൽ ആരുടേതായാലും കർത്താവിൻ്റെ കരളലിയും. അപ്പോൾ ഈ കുട്ടിപ്പിശാച് കരയെന്ന് കണ്ടപ്പോൾ ഈശോ ചോദിച്ചു, എന്താ നീ കരയുന്നത്? അവൻ പറയുന്നില്ല, വീണ്ടും കരയുക. അപ്പോൾ പറഞ്ഞു, നീ കാരണം പറയും, എന്നാലല്ലേ എനിക്ക് അത് ശരിയാക്കി തരാൻ പറ്റുള്ളൂ. അപ്പോൾ അവനിങ്ങനെ പറഞ്ഞു, യേശുവേ, ഇന്നലെ ദുഃഖവെള്ളി നീ കുരിശിൽ മരിച്ചു, സകലരെയും രക്ഷിക്കാനായിട്ട് തീരുമാനമെടുത്തു. നീ കുരിശിൽ മരിച്ച് സകലരെയും രക്ഷിക്കാനായിട്ട് തീരുമാനമെടുത്തു. സകല പാപികളും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരെയെങ്കിലും കിട്ടുമോ? അതിനെ ഓർത്ത് കരയുക. ഈശോ പറഞ്ഞു, നീ കരയുന്നതിൻ്റെ കാരണം ശരിയാണ്, പക്ഷേ ഒരു പാപി തൻ്റെ പാപത്തിൽ തന്നെ തുടർന്നാൽ എൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത അവന് സ്വീകരിക്കാൻ പറ്റില്ല. ഒരു പാപി തൻ്റെ പാപത്തിൽ തുടർന്നാൽ എൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത അവന് സ്വീകരിക്കാൻ പറ്റില്ല. അവൻ്റെ പാപത്തെ ഉപേക്ഷിച്ച് തിരിച്ചു വന്നാലേ, പാപത്തിൽ നിന്നുള്ള വിട്ടാലേ, പാപത്തിൻ്റെ സന്തോഷം വേണ്ടെന്ന് തീരുമാനമെടുത്താലേ എൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത അവന് രക്ഷയായിട്ട് മാറുകയുള്ളൂ. സ്നേഹമുള്ളവരെ, കർത്താവ് നമുക്ക് പറഞ്ഞിരുന്ന വലിയൊരു ബോധ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് ഒരു വ്യക്തി പോലും നശിച്ചു പോരുത്, എല്ലാവരും രക്ഷപ്പെടണം. ദൈവത്തിൻ്റെ മനസ്സതാണ്. ദൈവത്തിൻ്റെ മനസ്സ് ഞാനും നിങ്ങളും മനസ്സിലാക്കി പാപത്തിൻ്റെ വഴികളിൽ നിന്ന് പശ്ചാത്തപിച്ച് തിരിച്ചു വന്നാലേ എനിക്ക് ആ ദൈവം തരുന്ന ആനന്ദം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഈ സുവിശേഷ ഭാഗം എടുത്തു പറയുന്നു, ഒരു വ്യക്തി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവത്തിൻ്റെ വേദനയും, ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷം. ഇതാ ഈ ബോധ്യം തരാൻ വേണ്ടി അടുത്തൊരു ഉപമ ഈശോ ഉപയോഗിക്കുകയാണ്. അതാണ് 10 നാണയത്തിൻ്റെ ഉപമ. ഈശോ പറഞ്ഞു ഇങ്ങനെയാണ്, ഏതൊരു സ്ത്രീയാണ്, അത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന് 8 മുതൽ 10 വരെയുള്ള തിരുവചനം. ഏതൊരു സ്ത്രീയാണ് തനിക്ക് 10 നാണയങ്ങളുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ട ഒന്നിന് വീടടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം അന്വേഷിച്ച് പോകാത്തത്, അന്വേഷിച്ച് കണ്ടുകിട്ടി കഴിയുമ്പോൾ വീട്ടുകാരെയും അയൽവക്കക്കാരെയൊക്കെ കൂട്ടിപ്പറയും, എൻ്റെ നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടിയിരിക്കുന്നു, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ. അതെ, നഷ്ടപ്പെട്ട നാണയം തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷിക്കുന്ന സ്ത്രീയുടെ സന്തോഷത്തെ എടുത്തിട്ട് കർത്താവ് പറയുകയാണ്, നിൻ്റെ ഇന്നലകളിൽ ജീവിതത്തിൽ ഏതെങ്കിലും താൽക്കാലികമായിട്ടുള്ള ചില സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പിന്നാലെ പോയി ആ സുഖത്തിന് വേണ്ടി നീ കർത്താവ് ഒരുക്കിയതായിട്ടുള്ള സന്തോഷവും സമാധാനവും ആനന്ദവും ഉപേക്ഷിച്ചെങ്കിൽ അവിടെ കർത്താവ് വേദനിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു കഥയുണ്ട്. അതായത് വഴിയിലെ തെരുവിളക്ക്, ആ തെരുവിളക്കിൽ നല്ല പ്രകാശമുണ്ട്. രാത്രിയിൽ ആ തെരുവിലെ നല്ല പ്രകാശമുള്ള വെട്ടത്തിൽ ഒരു സ്ത്രീ അന്വേഷിക്കുകയാണ്. കുറേ സമയമായിട്ട് അന്വേഷിക്കുന്നു. അതിലെ നടന്നു പോകുന്നവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഈ സ്ത്രീ എന്താ അന്വേഷിക്കുന്നത്. എന്നാൽ ഒരു സഹോദരൻ ഈ അന്വേഷിച്ചുകൊണ്ടിരുന്ന സ്ത്രീയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ കൈവശമുണ്ടായിരുന്ന 100 രൂപ എനിക്ക് നഷ്ടപ്പെട്ടു. അത് ഞാൻ വളരെ കാര്യമായിട്ട് വെച്ചിരുന്നതാണ്, നഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആ നഷ്ടപ്പെട്ടത് അന്വേഷിക്കുകയാണ്. അപ്പം എന്ത് ചെയ്തു, ആ പറഞ്ഞു കേട്ട സഹോദരൻ ഈ സ്ത്രീയോട് കൂടി അവിടെയൊക്കെ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ആ ചേട്ടൻ
ഈ സ്ത്രീയോട് ചോദിച്ചു. അപ്പോൾ ഈ 100 രൂപ എവിടെയാണ് പോയത് എന്ന് ആ സ്ത്രീയോട് ചേട്ടൻ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുക, അത് എൻ്റെ വീട്ടിലാണ് പോയത്. അപ്പോൾ എന്താ വീട്ടിൽ അന്വേഷിക്കാത്തത്? അവിടെ കാര്യമായിട്ട് വെട്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെട്ടമുള്ള തെരുവിളക്കിൻ്റെ അടുത്ത് അന്വേഷിക്കാം. ഇങ്ങനെയാണ് ചിലർ. എന്താണെന്നറിയോ? എവിടെയാണോ നഷ്ടപ്പെട്ടത് ആ നഷ്ടപ്പെട്ടതിന് നഷ്ടപ്പെട്ട സ്ഥലത്തല്ല അന്വേഷിക്കുന്നത്, മറ്റ് പല പ്രകാശമുള്ള അല്ലെങ്കിൽ കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവ സാന്നിധ്യ ശക്തിയുമുള്ള സ്ഥലങ്ങൾ അവിടെയല്ല വേണ്ടത്. ഓർക്കുക, നീ നിൻ്റെ ഇന്നലകളിലതായ ജീവിത വഴികളിൽ ചില തെറ്റായ പ്രവണതകളിലൂടെ ദൈവം ആഗ്രഹിക്കാത്തതും അനുവദിക്കാത്തതുമായ ചില സന്തോഷ സുഖങ്ങളുടെയൊക്കെ പിന്നാലെ പോയപ്പോൾ അവിടെ നിനക്ക് നിന്നിലുള്ള ദൈവികത നഷ്ടപ്പെട്ടു, നിന്നിലുള്ള ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു, നിന്നിലുള്ള ദൈവികമായിട്ടുള്ള കൃപ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടത് നീ ധ്യാന കേന്ദ്രങ്ങളോ മറ്റ് സ്ഥലങ്ങളിലോ പോയെന്ന് അന്വേഷിച്ച് കിട്ടിയല്ല. എന്ത് ചെയ്യണം? നീ നിന്നിലേക്ക് തന്നെ തിരിയണം. നീ നിന്നിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് എൻ്റെ ചില കുറവുകൾ, എൻ്റെ ചില അപാകതകൾ, എൻ്റെ ചില സ്വാർത്ഥ സന്തോഷങ്ങൾ, എൻ്റെ ചില അഹങ്കാര ചിന്തകൾ, ഞാൻ എന്നിൽ തന്നെ അതിനെ തിരുത്തിയെങ്കിൽ മാത്രമേ നിനക്ക് ദൈവം ആഗ്രഹിക്കുന്നതായ നന്മയുടെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഫലം തരാനായിട്ട് സാധിക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ കർത്താവ് നൽകിയ വിലപ്പെട്ടതായ കാര്യങ്ങൾ, കർത്താവ് ഒരുക്കിയ വിലപ്പെട്ടതായ കാര്യങ്ങൾ ചിലപ്പോൾ ചില നിസ്സാരമായ താൽക്കാലികമായ സുഖത്തിനും സന്തോഷത്തിൻ്റെയൊക്കെ പിന്നാലെ പോയി അത് നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കർത്താവിൻ്റെ മുമ്പിൽ അനുതപിച്ച് തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ആനന്ദത്തിൻ്റെ ജീവിതമായി മാറുന്നത്. ഇനി ആ സുവിശേഷ ഭാഗത്ത് 3ാമത്തെ നഷ്ടപ്പെട്ടലിൻ്റെ കാര്യമാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെയാണ് ഈശോ ധൂർത്തപുത്രൻ്റെ ഉപമ എടുത്ത് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇളയ മകൻ പിതാവിനോട് കൂടെ ആയിരുന്ന സമയത്ത് പിതാവ് ഭവനത്തിൽ ഒരുക്കിയ സന്തോഷങ്ങളും സുഖങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടും അതിനെ അവൻ ആസ്വദിക്കാൻ പറ്റിയില്ല. പിതാവ് നൽകിയ സുഖവും സന്തോഷവും ആസ്വദിക്കാൻ പറ്റാതെ ലോകം തരുന്ന സുഖവും സന്തോഷവും ആസ്വദിക്കാമെന്ന് കരുതി പിതാവിൽ നിന്ന് അവകാശവും വാങ്ങി ദൂരദേശത്തേക്ക് പുറപ്പെട്ട അവൻ, ആ ധൂർത്തപുത്രൻ, അവൻ്റെ കയ്യിൽ പണമുണ്ടായപ്പോൾ ഇഷ്ടം പോലെ ലോകത്തിലെ കൂട്ടുകാരെ കിട്ടി. ഇഷ്ടം പോലെ ലോകത്തിലെ കൂട്ടുകാരെ കിട്ടിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ പെട്ടെന്ന് തീർന്നു പോയി. അവിടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഉപമയിലൂടെ, ഈ സുവിശേഷ ഭാഗത്തിലൂടെ. അതായത് ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ സംഭവിച്ച 3 ഷോക്കുകളും 3 വാക്കുകളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ, മനസ്സിനെ, ചിന്തയെ ബോധ്യപ്പെടുത്തുന്നു. ധൂർത്തപുത്രൻ്റെ ജീവിതത്തിലുണ്ടായ 3 ഷോക്കുകൾ. ഏതൊക്കെയാണ് 3 ഷോക്കുകൾ? ഒന്നാമത്തത്, അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടായപ്പോൾ ഇഷ്ടം പോലെ കൂട്ടുകാർ. പണം മുഴുവൻ തീർന്നപ്പോൾ ആരും തന്നെ സഹായിക്കാനില്ലല്ലോ എന്ന ചിന്ത. ഒന്നാമത്തെ ഷോക്കത, ആരും തന്നെ സഹായിക്കാൻ ഇല്ലല്ലോ, എവിടുന്നും തനിക്ക് ഒരു സഹായം കിട്ടുന്നില്ലല്ലോ. ഇതാ ഈ ഒന്നാമത്തെ ഷോക്കിൽ അവനിലേക്ക് തന്നെ നോക്കി. അവനിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ശരീരത്തിൽ നല്ല ആരോഗ്യമുള്ളതായി അവൻ കണ്ടു. അവിടെ ഒന്ന് ചിന്തിച്ചു, ഞാൻ എൻ്റെ ഈ ശരീരത്തിലെ ആരോഗ്യം കൊണ്ട് ഞാൻ ജോലി ചെയ്ത് പണമുണ്ടാക്കി ഞാൻ സുഖമായിട്ട് ജീവിക്കും, ജോലി ചെയ്ത് പണമുണ്ടാക്കി ഞാൻ നന്നായിട്ട് ജീവിക്കും എന്ന് കരുതിയ അവൻ ജോലിക്ക് വേണ്ടി പല സ്ഥലത്തും അന്വേഷിച്ചു. ജോലിക്ക് വേണ്ടി പല സ്ഥലത്തും അന്വേഷിച്ചിട്ടും അവന് ജോലി കിട്ടിയില്ല. അപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായ 2ാമത്തെ ചിന്തയാണ്, 2ാമത്തെ ഷോക്ക്. അതാണ്, ആരും എന്നെ പരിഗണിക്കുന്നില്ലല്ലോ. എൻ്റെ ആരോഗ്യം, ജോലി ചെയ്ത് പണമുണ്ടാക്കാം എന്ന് കരുതി ഞാൻ ജോലി അന്വേഷിച്ച് പോയിട്ട് ആരും എന്നെ പരിഗണിക്കുന്നില്ലല്ലോ
എന്ന അവൻ്റെ ചിന്ത. ഈ ചിന്ത അവനെ നയിച്ചതാണ് ഒരു യഹൂദ പശ്ചാത്തലം അനുസരിച്ച് പന്നികളെ നോക്കുക ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും അപമാനകരമായ ജോലി. ഇതാ ഏറ്റവും അപമാനകരമായ പന്നികളെ നോക്കുന്ന ജോലി അവൻ ചെയ്തു തുടങ്ങി. പന്നികളെ നോക്കുന്ന ജോലി അവൻ ചെയ്തിട്ടും അവൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ടും വിശപ്പ് അതുപോലെ തന്നെ, ജോലി ചെയ്തിട്ടും വിശപ്പ് മാറ്റാനായിട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് മൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് താണത് എന്ന് പറഞ്ഞാൽ, അവൻ പന്നി തിന്നിരുന്ന തവിട്, ആ തവിട് എടുക്കാൻ വേണ്ടി ആ തവിട് പന്നി തിന്നുകൊണ്ടിരുന്ന അമരത്തൊട്ടിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ആ പന്നി തിന്ന തവിടെടുക്കാൻ കൈ നീട്ടിയപ്പോൾ തവിട് തിന്നുകൊണ്ടിരുന്ന പന്നികളിൽ ഒരെണ്ണം എടുക്കാനായിട്ട് നീട്ടിയ കൈക്കിട്ടൊരു തട്ട് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നീ പോടാ നിൻ്റെ അപ്പൻ്റെ അടുക്കൽ, ഇത് ഞങ്ങൾക്കുള്ള അവകാശമാടാ. ആ തട്ടാണ് അവൻ്റെ ജീവിതത്തിലെ മൂന്നാമത്തെ ഷോക്ക്. ആ തട്ടാണ് അവൻ്റെ കണ്ണ് തുറപ്പിച്ചത്. സ്നേഹമുള്ളവരെ, ഈ 3 ഷോക്കിലൂടെ അവൻ്റെ ഉള്ളിൽ 3 വാക്കുകൾ ലഭിച്ചു, 3 ബോധ്യങ്ങൾ. അതിലെ ഒന്നാമത്തെ ബോധ്യമാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാം തിരുവചനം. അപ്പോൾ അവന് സുബോധമുണ്ടായി. ഇതാ, ഏതൊരു വ്യക്തിയും പാപം ചെയ്ത് പാപത്തിൻ്റെ അവസ്ഥയിൽ കഴിയുമ്പോൾ അവന് ഉണ്ടാകേണ്ടതായ ബോധ്യം സുബോധമാണ്. എന്താണ് ഈ സുബോധം അവന് കൊടുത്തത്? സുബോധം അവന് 3 ചിന്തകൾ കൊടുത്തു. ഒന്നാമത്തെ ചിന്ത, അവൻ ആയിരുന്ന അവസ്ഥ. അതാണ്, അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു. ആയിരുന്ന അവസ്ഥ. 2, അവൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഇനി അവിടെ നിന്ന് അവന് അടുത്തൊരവസ്ഥയെക്കുറിച്ച് ബോധ്യം കൊടുത്തു. അതാണ് ആയിരിക്കേണ്ട അവസ്ഥ. ആയിരുന്ന അവസ്ഥ, ആയിരിക്കുന്ന അവസ്ഥ, ആയിരിക്കേണ്ട അവസ്ഥ. സുബോധമുണ്ടായപ്പോൾ 3 അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവന് കിട്ടി. അവൻ അടുത്ത അവന് വാക്കാണ്. ഈ തിരിച്ചറിവുണ്ടായപ്പോൾ അടുത്ത അവനെടുത്ത തീരുമാനമാണ്, ഞാൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. സ്നേഹമുള്ളവരെ, തിരിച്ചു വരവിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് സുബോധവും എഴുന്നേൽക്കലുമാണ്. അവൻ എഴുന്നേറ്റു. അവൻ്റെ അന്ന് വരെയുള്ള ആ കിടന്ന അവസ്ഥയിൽ നിന്നും അവൻ എഴുന്നേൽക്കാൻ തയ്യാറായി. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 20-ാം തിരുവചനം നമ്മുടെ ഓരോരുത്തരുടെയും കൺമുമ്പിൽ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ഒരു ബോധ്യമാകണം. നീ ഒരിക്കലും താൽക്കാലികമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പാപസുഖങ്ങൾ ഇത് സ്ഥിരമായിട്ടുണ്ടാകും എന്ന് നീ കരുതരുത്. അത്തരത്തിലുള്ള ഓരോ വഴിയിലൂടെയും, ഓരോ കാഴ്ചപ്പാടിലൂടെയും, ഓരോ ചിന്താഗതിയിലൂടെയും നീ പോകുമ്പോഴും നയിക്കുമ്പോഴും ഒക്കെ നിനക്ക് സുബോധമുണ്ടാകണം. സുബോധം. ഈ സുബോധം ഒരു പാപസുഖവും നഷ്ടപ്പെടുത്താനിടയായിത്തീരരുത്. ഇടയാകാതിരുന്നാലേ നിനക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ധൂർത്തപുത്രൻ എഴുന്നേറ്റിട്ട് അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനോട് പറയും. അതാ 3-ാമത്തെ വാക്ക, ഞാൻ എൻ്റെ പിതാവിനോട് ഏറ്റുപറയും. തെറ്റിനെ മനസ്സിലാക്കുന്നവനും അംഗീകരിക്കുന്നവനും തിരിച്ചറിയുന്നവനെ ഏറ്റുപറയാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഏറ്റുപറച്ചിൽ ഞാൻ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം എൻ്റെ പിതാവിനോട് ഏറ്റുപറയാൻ തയ്യാറാകുന്ന ഓരോ വ്യക്തിയെയും അവൻ്റെ പാപത്തെ കഴുകി, പാപമാലിന്യങ്ങളെ കഴുകി,
പ്രവണതയെ കഴുകി ദൈവം ആ വ്യക്തിയെല്ലാം വീണ്ടെടുത്ത് അനുഗ്രഹിക്കും. ഇതാ നമ്മൾ കാണുന്നുണ്ട്. ആ ധൂർത്തപുത്രൻ്റെ തിരിച്ചു വരവും കാത്ത് കണ്ണും നട്ടിരിക്കുന്ന ആ പിതാവ് ഈ ധൂർത്തപുത്രൻ ചെയ്തതോ പറയുന്നതോ ഒന്നും നോക്കിയില്ല. ആ പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും അവന് ഇന്നലകളിൽ ചെയ്തതിനെ മുഴുവൻ കഴുകിയിട്ട് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു കൊടുത്തു. ദാസനായി സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചവനെ മകനായി, മകൻ്റെ എല്ലാ അവകാശങ്ങളോടും കൂടി ആ പിതാവ് സ്വീകരിച്ചു. വചനം ഇങ്ങനെ അതിലവസാനിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാം തിരുവചനം. നഷ്ടപ്പെട്ട എൻ്റെ മകൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു, എന്നോടൊപ്പം നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ. ആഹ്ലാദിച്ച് ആനന്ദിക്കുന്ന ഓരോ തിരിച്ചു വരവിലും സ്വർഗപിതാവ് ആനന്ദിച്ച് ആഹ്ലാദിക്കുന്ന അനുഭവത്തെ ഓരോ പാപിയും മുന്നിൽ കാണുമ്പോഴാണ് ആ പാപത്തെ ഉപേക്ഷിച്ച് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, ആ അധ്യായത്തിലെ 4-ാമത്തെ ഉപമയാണ് ആ ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠൻ. അവൻ ഇത്രയും നാൾ പിതാവിനോട് കൂടെ ആയിരുന്നു, എന്നിട്ടും അവന് പിതാവിനെ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല. പിതാവിനെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് അനുജൻ എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ അവനെല്ലാ അവകാശവും കൊടുത്ത പിതാവിനെതിരെ സംസാരിച്ചു. പിതാവിൻ്റെ അകലത്ത് നിന്ന് മാറി നിന്ന് സംസാരിച്ചു. നേരെ പിതാവിനോട് ചോദിച്ചു പോലുമില്ല. ദാസരെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഉള്ളിൽ മുഴുവൻ പരാതിയും പരിഭവമായിരുന്നു. പിതാവ് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യമാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 31-ാം തിരുവചനം. മകനെ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, നിനക്കൊന്നും തരേണ്ട കാര്യമില്ല, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ആ ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠൻ സംഭവിച്ചെന്താ? ഇത്രയും നാൾ പിതാവിനോടൊപ്പം താമസിച്ചെങ്കിലും പിതാവിനെ സ്വന്തമാക്കിയില്ല. ഞാനും നിങ്ങളും ദേവാലയത്തിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, കുർബാന കൂടുന്നു, കുർബാന ഒത്തിരി ചെയ്യുന്നുണ്ട്, ഭക്തകൃത്യങ്ങൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യുന്ന ഓരോ ഭക്തകൃത്യങ്ങളിലൂടെയും നീ ദൈവത്തെ സ്വന്തമാക്കുന്നുണ്ടോ? ഞാനും നിങ്ങളും ദൈവത്തെ സ്വന്തമാക്കിയാൽ എൻ്റെ മനോഭാവം ദൈവത്തിൻ്റെ മനോഭാവമായിരിക്കും, എൻ്റെ ചിന്ത ദൈവത്തിൻ്റെ ചിന്തയായിരിക്കും, എൻ്റെ കാഴ്ചപ്പാട് ദൈവിക കാഴ്ചപ്പാടായിരിക്കും, എൻ്റെ പ്രതികരണം ദൈവികമായ പ്രതികരണമായിരിക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടോ? എൻ്റെ മനോഭാവം മാറിയിട്ടുണ്ടോ? എൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവികതയുണ്ടോ? ഈ ദൈവികമായ ചൈതന്യവും ശക്തിയും കരുണയും എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠൻ്റെ മനോഭാവ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ തെറ്റിലും പാപത്തിലും കഴിയുന്ന അവരെല്ലാം ഞാൻ കുറ്റപ്പെടുത്തി പല രീതിയിൽ പറയുന്നു. പക്ഷേ ഞാനതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ചെയ്യുന്നില്ലെന്ന് പറയുന്ന നീ പിതാവിനെ സ്വന്തമാക്കിയിട്ടുണ്ടോ? നീ പിതാവിനെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ പിതാവിൻ്റെതായ എല്ലാ അവകാശങ്ങളും അനുഭവിച്ച് ആനന്ദത്തോടെ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഞാനും നിങ്ങളും വിശ്വാസിയായ പോരാ, ക്രിസ്ത്യാനിയായ പോരാ, യേശുവിൻ്റെ വചനം കേൾക്കുന്നവരായ പോരാ, മറിച്ച് ആ വചനത്തിൽ ജീവിക്കുന്ന വ്യക്തിയായി മാറണം. വചനത്തിൽ ജീവിക്കുന്ന വ്യക്തിയായി മാറണമെങ്കിൽ ഞാൻ പിതാവിനെ സ്വന്തമാക്കണം. വചനം എനിക്കുള്ളതെല്ലാം നിൻ്റെതാണ്. പിതാവ് തരുന്ന ഈ ഉറപ്പ് അനുഭവിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നതിൽ കർത്താവിന് ആനന്ദിക്കാൻ സാധിക്കുന്നത്. ഈ ആനന്ദം നമുക്കൊരനുഭവമാക്കി മാറ്റാൻ കർത്താവിൻ്റെ മുമ്പിൽ തീരുമാനമെടുക്കാം. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയും തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷവും 4 ഉപമകളിലൂടെ കർത്താവ് പറഞ്ഞു തരുമ്പോൾ ഇന്നലെ എവിടെയെങ്കിലും
എൻ്റെ സ്വാർത്ഥത, എൻ്റെ അഹങ്കാരം, എൻ്റെ ഞാനെന്ന മനോഭാവം, പലവിധ ന്യായീകരണ ചിന്ത, ഇത് കർത്താവ് ഒരുക്കിയ ആനന്ദത്തെ പൂർണ്ണമായും സ്വീകരിക്കാൻ എന്നിൽ കുറവായി തടസ്സമായി വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, നിൻ്റെ വചനത്തിൻ്റെ ചൈതന്യത്തിൽ അവയെല്ലാം കഴുകി ആനന്ദിക്കുന്ന ജീവിതമായി, ആനന്ദിച്ച് അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമായി എൻ്റെ ജീവിതത്തെ മാറ്റണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.